Hi friends, welcome to Jo's vlog. ഇന്ന് നമ്മൾ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഓണം സദ്യയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മാങ്ങാച്ചാർ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അരമണിക്കൂർ മുന്നേ നമ്മൾ ഉപ്പ് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെ പൊടികളാണ് നമ്മൾ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, ചില്ലി പൗഡറാണ്, ഒരു 4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അതുപോലെ തന്നെ നമ്മളിവിടെ കായപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ കായപ്പൊടി മതിയാവും. അപ്പോൾ നമ്മുടെ കായപ്പൊടിയുടെ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ അച്ചാറിന് പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇത് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് നമ്മുടെ കായപ്പൊടിയാണ്. നമുക്കൊരു ഇത് മതിയാവും, ഒരു 1/2 ടേബിൾ സ്പൂൺ. അതുപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചതാണ്. ഇത് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഇട്ടേക്കാം. ഉലുവ ഒത്തിരി കൂടി പോകണ്ട, കാരണം ഒരു കയ്പ്പ് കൂടുതലായിട്ട് വരും ഉലുവ കൂടി പോയാൽ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ തിരുമ്മി വച്ചേക്കുന്നതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം മതിയാവും ഇതിന്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മുടെ മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി ഉപ്പ് നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇടുന്ന ഉപ്പിൻ്റെ അനുസരിച്ച് പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, 5 മിനിറ്റ് മതി ആകെ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.